بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും പഠിച്ചും മാനിച്ചും ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം റിസ്ഖ് വിശാലമാകാനുള്ള 12 സബബുകളെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇനി ബാക്കി പറയാനുള്ള ഭാഗങ്ങൾ സംസാരിച്ച് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച 26-ാം തീയതി ബുധനാഴ്ച നമ്മൾ റമദാൻ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശാലമായ ചർച്ച നടക്കാനുണ്ട്. നമുക്ക് റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ബുധനാഴ്ചയാണ് നമുക്കത്. അപ്പോൾ പരിശുദ്ധ റമദാനിൻ്റെ വിധിവിലക്കുകളും അതിൻ്റെ മഹത്വവും പ്രാധാന്യവും ഒന്നുകൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അടുത്ത ബുധനാഴ്ചത്തെ ക്ലാസ് ഒരു റമദാൻ പ്രോഗ്രാമാക്കി മാറ്റാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി റമദാനിന് മുമ്പ് നമുക്ക് വേറെ സമയമില്ല. ഇനി നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമുക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം നമുക്ക് ഇന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. പരമാവധി വിശദീകരിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ വിശദീകരിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7ാമത്തെ സബബാണ് വായിച്ചത്. അതായത് റിസ്ഖ് വിശാലമാകാൻ ഉള്ള കാരണങ്ങളിൽ ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക, അതല്ലെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. സമ്പത്ത് തന്നെ ആകണമെന്നില്ല. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള റിസ്ഖ് എന്ന് പറഞ്ഞാൽ, ഞാൻ റിസ്ഖിൻ്റെ ഒരർത്ഥതലം പറഞ്ഞിരുന്നു. റിസ്ഖ് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല എന്ന് പറഞ്ഞു. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം റിസ്ഖിൻ്റെ പരിധിയിൽപ്പെടും. ഒരാൾക്ക് കുറേ ബുദ്ധി കൊടുത്തു, ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല, നല്ല വിശാലമായ ബുദ്ധിയുണ്ട്, അയാൾക്ക് കൊടുത്ത റിസ്ഖ് അതാണത്. ഒരാൾക്ക് അറിവ് കൊടുത്തു, അയാൾക്ക് കൊടുത്ത റിസ്ഖ് അതാണ്. ഒരാൾക്ക് ആരോഗ്യം കൊടുത്തു, അയാളുടെ റിസ്ഖ് അതാണ്. അപ്പൊ ഇൻഫാഖ് ചെലവഴിക്കുക എന്നുള്ളത് അള്ളാഹു അയാൾക്ക് കൊടുത്തത് എന്താണ്? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. അപ്പൊ നിങ്ങൾക്കിപ്പോ അള്ളാഹു നൽകിയ ഒരു ഇതാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഈ സമയം ഇവിടെ അത് അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ്, റിസ്ഖുമാണത്. അത് ഉപയോഗപ്പെടുത്തി അത് ചെലവഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാം വിശാലമായിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇസ്ലാമിന്റെ ഓരോ വിഷയത്തെ പറ്റിയും പഠിക്കാൻ. അപ്പോ ഒരാള് തനിക്ക് കിട്ടിയത് ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിസ്ഖ് വിശാലമാക്കി കൊടുക്കും. വിശുദ്ധ ഖുർആൻ ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദി വ യഖ്ദിറു, പറയൂ എൻ്റെ രക്ഷിതാവ് അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് റിസ്ഖ് വിശാലമാക്കി കൊടുക്കും. വ യഖ്ദിറു, ചില ആളുകൾക്ക് അല്ലാഹു തആല പരിമിതപ്പെടുത്തി കൊടുക്കും. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, ഇനി ഉള്ള പോയിന്റ് അതാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങൾ ഏതൊരു വസ്തു ചെലവാക്കിയാലും, ഷൈ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, ഷൈഇന് അങ്ങനെ പ്രത്യേകമായ അർത്ഥമില്ല. ഷൈ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, അത് നിങ്ങളുടെ പണമാകാം, ഭക്ഷണമാകാം, ആരോഗ്യമാകാം, സമയമാകാം, ചിന്തയാകാം, അറിവാകാം, മാൻ പവർ ആകാം, വർത്തമാനമാകാം, എന്തായാലും ആ
വമാ അൻഫഖ്തും മിൻ ഖൈരിൻ, ഏതൊരു നന്മയെ ഏതൊരു വസ്തുവിനെ നിങ്ങൾ ചെലവാക്കിയാലും ഫഹുവ യുഖ്ലിഫുഹു, അവൻ അതിന് പകരം തരുന്നതാണ്. അത് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു ഇൽമാണത്. അതായത് നമ്മളിൽ നിന്ന് എന്താണോ ഔട്ട്പുട്ട് ഉള്ളത്, പുറത്തേക്ക് എന്താണോ പോകുന്നത്, അത് തിരിച്ചിങ്ങോട്ട് വരും. ചിലപ്പോ അത് അത്രത്തോളായിരിക്കും, ചിലപ്പോ അതിന്റെ മുകളിലായിരിക്കും, ചിലപ്പോൾ നമ്മൾക്ക് നിശ്ചയിക്കാൻ കഴിയാത്തതിന്റെ അത്രയും മുകളിലായിരിക്കും. സഹാബികളെ സംബന്ധിച്ച് സഹാബികൾ അവരുടെ സമ്പാദ്യം മുഴുവൻ, മുഹാജിറുകളായ ആളുകൾ അവരുടെ സമ്പാദ്യം മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ടാണല്ലോ അവർ ഹിജ്റ പോയത്. ആ ഹിജ്റയിൽ അവർക്ക് എല്ലാം നഷ്ടമാണ്. സമ്പാദ്യം, കുടുംബം, വീട്, പ്രോപ്പർട്ടീസ് എല്ലാം നഷ്ടമാണ്. മദീനയിൽ വന്നപ്പോ സഹാബികൾ അൻസാറുകൾ സ്വീകരിച്ചപ്പോ അവരുടെ കയ്യിലുള്ളതെല്ലാം ഇവർക്ക് ഓഹരി ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തുണ്ടോ അത് പകുതി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ചില സഹാബികള് പണമായിട്ടൊന്നും കൈപ്പറ്റാൻ ആഗ്രഹിച്ചില്ല. പണമായിട്ടൊന്നും വേണ്ട ഞങ്ങൾക്ക്, മറിച്ച് ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തുള്ള മാർക്കറ്റ് ഒന്ന് കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾ ആ മാർക്കറ്റിൽ പോയി ബിസിനസ് ചെയ്തോളാം, അതിന് കുറച്ച് കടം വേണം, അത്രയുള്ളൂ. ഒറ്റ കച്ചവടം കൊണ്ട് മക്കയിൽ നഷ്ടപ്പെട്ടതിന്റെ എത്രയോ മടങ്ങ് ലാഭവുമായിട്ട് സഹാബികൾ മദീനയിൽ മടങ്ങിയെത്തി കച്ചവടം കഴിഞ്ഞിട്ട്. അതാണ് നമ്മൾ എന്തൊരു വസ്തു നമ്മളിൽ നിന്നും അങ്ങോട്ട് പോകുന്നു, അതിന്റെ ഇരട്ടി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാനൊക്കെ ഈ ഇത്തരം വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യാനും പഠിപ്പിക്കാനും വേണ്ടി യാത്ര ചെയ്യുന്നു. എൻ്റെ അനുഭവം ഞാൻ പറയാം. സത്യത്തിൽ ഓരോ ക്ലാസ്സുകളും വളരെ താല്പര്യത്തോടു കൂടെയും വളരെ ആസ്വാദനത്തോടു കൂടിയും വന്ന് എടുത്തു പോകുന്ന ആളാണ്. എവിടെ പോയാലും ഒരു മടിയില്ലാതെ പോയി ക്ലാസ് എടുക്കും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ക്ലാസ് കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സിനുള്ളിൽ ഈ പറഞ്ഞതിന്റെ എത്രയോ 10 മടങ്ങ് ഇരട്ടി ഇൽമുകളാണ് നമുക്ക് പല വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അറിവുകൾ കിട്ടും. അപ്പൊ അതാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് എന്താണോ അതിന്റെ പകരം അല്ലാഹു എന്തായാലും ഇങ്ങോട്ട് തരും. അത് ഖൗലും മഅറൂഫ്, ഒരു നല്ല വർത്താനാണെങ്കിലും മതി. നല്ല വർത്താനം പറഞ്ഞാലും അത് നമുക്ക് നല്ല ഒരു ഗുണമായിട്ട് തിരിച്ചു തരും. വഹുവ ഖൈറുർ റാസിഖീൻ, അല്ലാഹു തആല ഏറ്റവും നന്നായി റിസ്ക് കൊടുക്കുന്നവനാണ്. അപ്പൊ ആ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇൻഫാഖ് ചെലവഴിക്കുന്നിടത്ത് നമ്മൾ വളരെ വിശാല മനസ്സോടുകൂടെ ചെലവാക്കിയാൽ അള്ളാഹു വിശാല മനസ്സോടുകൂടെ ഇങ്ങോട്ട് തരും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ആയിഷ ഉമ്മ ചോളം എണ്ണിക്കൊടുത്ത കഥ. ഇവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ചോളം എണ്ണിക്കൊടുക്കുകയാണ്, ചോളത്തിന്റെ മണികൾ എണ്ണിക്കൊടുത്തോണ്ടിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ആയിഷ നീ എണ്ണിക്കൊടുത്താൽ അള്ളാഹു നിനക്ക് എണ്ണിത്തരും, നീ വാരിക്കൊടുത്താൽ അള്ളാഹു നിനക്ക് വാരിത്തരും, ധാരാളം തരും അള്ളാഹു താല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മൾ ചെലവഴിക്കുക എന്ന ഉത്തരവാദിത്തം നമുക്കുള്ളൂ. അത് അവിടെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാഅക്ക് ഞാൻ ഇറങ്ങുന്നതിന്റെ മുമ്പായി, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി എനിക്കൊരു ഫോൺ കോൾ വന്നു. സാധാരണ ഞാൻ ജുമാഅക്ക് മുമ്പുള്ള കോളുകളൊന്നും വല്ലാതെ അറ്റൻഡ് ചെയ്യാറില്ല. അർജന്റ് വല്ല കാര്യമായിരിക്കും എന്ന് കരുതി ദുആ ചെയ്യാനൊക്കെ ചില ആളുകൾ വിളിച്ചു പറയാം. അപ്പൊ അങ്ങനത്തെ വല്ല കേസുമായിരിക്കും ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ മറുതലക്കലുള്ള വ്യക്തിക്ക് വിശാലമായി സംസാരിക്കണം എന്നോട്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കുടുസായ സമയത്താണുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു 5 മിനിറ്റ് കൊണ്ട് ചുരുക്കി എന്നോട് സംസാരിച്ചോളൂ. അയാൾ വളരെ സങ്കടത്തോടുകൂടിയാണ് പറയുന്നത്. അയാളുടെ ഗൾഫ് ജീവിതവും അയാളുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും, സത്യത്തിൽ അയാൾ എന്നോട് 5 മിനിറ്റ് ആവശ്യപ്പെട്ടത് ഞാൻ 20 മിനിറ്റ് എൻ്റെ നിന്ന് പോയത് ഞാൻ അറിഞ്ഞില്ല. അത്രയധികം അയാളുടെ വിഷമങ്ങൾ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു വർത്താനെന്ന് വെച്ചാൽ, ഉസ്താദെ എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോയാൽ കിട്ടും നമ്പർ. ഉസ്താദെ ഞാനിപ്പോൾ സുബഹി നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി പോയിട്ടില്ല, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം മേടിക്കാൻ പണമില്ലാതെ ഞാൻ വഴിയിൽ നിൽക്കുകയാണ്,
എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ഞാനും വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എനിക്കും അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല. ഞാൻ ഉടനെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിനെ, അയാൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുള്ളതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ചെറിയൊരു പ്രയാസത്തിലാണ്, അയാളുടെ ഗൂഗിൾ പേ നമ്പർ ഇതാണ്, അത്യാവശ്യം ഒരു എമൗണ്ട് അയാൾക്ക് ഇട്ട് കൊടുത്തേ കിട്ടും, ബാക്കി നമുക്ക് ജുമായിട്ട് സംസാരിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ വെച്ചു. ജുമായ കഴിഞ്ഞ് ഈ പൈസ കൊടുത്ത വ്യക്തി എന്നെ ഇങ്ങോട്ട് വിളിച്ച്, എന്നിട്ട് പറഞ്ഞു ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ശരിയായ വഴിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഒന്നും കൂടെ അന്വേഷിക്കാം, ക്ലിയർ ആക്കാമെന്ന് കരുതി ഞാൻ അയാൾ വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുത്തു, അയാൾ സംസാരിച്ചു. അപ്പോൾ അയാളുടെ ഡീറ്റെയിൽ ഞാൻ എടുത്തു. അപ്പോൾ അയാൾ ഡീറ്റെയിൽ പറയാൻ തയ്യാറല്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ വിഷയം വിട്ടു. പിന്നെ എനിക്ക് രാത്രി ഒരു 10 മണിയായപ്പോൾ നമ്മുടെ പൈസ അയച്ചു കൊടുത്ത വ്യക്തി ഒരു വോയിസ് വിട്ടു വന്നു. പൈസ അയച്ചു കൊടുത്ത വ്യക്തി ഇതിന്റെ പുറകെയുണ്ട്. അവനായിട്ട് ഇവര് തമ്മിൽ കോർത്തു, വർത്താനം പറഞ്ഞ് കോർത്തു. ഇയാള് ഈ കിട്ടിയ പൈസയും കൊണ്ടുപോയി കള്ളു കുടിച്ചിട്ട് ഇവനെ ചീത്ത പറയാ. ഇതൊരു പുതിയ തട്ടിപ്പാണ്, ഉസ്താദുമാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള തട്ടിപ്പാണ്. എല്ലാം ഉസ്താദുമാർക്കിട്ടാണ് ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ആ വോയിസ് എനിക്ക് കിട്ടുന്നു, കള്ളു കുടിച്ച് ആകെ എന്റെ വാപ്പാനെ എന്റെ ഉമ്മാനെ എല്ലാവരും ചീത്ത പറയാ. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, ഉസ്താദെ ഞാനപ്പ കൊടുത്ത പൈസയോ, വലിയ എമൗണ്ടാ കൊടുത്തു, ഞാനാ കൊടുത്ത പൈസയോ? ഞാൻ പറഞ്ഞ അള്ളാന്റെ കൂലി തരും. നീ കൊടുത്തത് അയാൾ എവിടെ ചെലവഴിക്കുന്നു എന്നുള്ളത് ഇവിടെ നോക്കൂല. നീ കൊടുക്കുന്നതോടുകൂടെ നിന്റെ പ്രതിഫലം ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. നീ അയാളത് എവിടെ ചെലവഴിച്ചാലും, ഖൈറിൽ ചെലവഴിച്ചാലും ഷെറിൽ ചെലവഴിച്ചാലും അത് നിനക്ക് ബാധകമല്ല. പക്ഷേ നമ്മൾ ബോധപൂർവം ഒരാൾ ഷെറിലേക്ക് ചെലവഴിക്കുന്നു, കള്ളു കുടിക്കാൻ വേണ്ടി പോകുന്ന അയാൾക്ക് പൈസ കൊടുക്കണ്ട. പല അഭിനയത്തിലൂടെയും നമ്മളോടൊന്ന് പൈസ പിടിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ഇൻപുട്ട് അത് ഹൈറായ രീതിയിലായിരിക്കും ഉണ്ടാകുക. അവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഷെറാണ് കൊടുക്കുന്നത് എങ്കിൽ അതിന്റെ എഫക്റ്റ് എന്തായിരിക്കും? ഷെറായിരിക്കും. അപ്പൊ ഇൻഫാക്ക് ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ റിസ്ഖിന്റെ വിശാലതയുടെ സബബായിട്ടാണ് ഇവിടെ എണ്ണിയിട്ടുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കാണാം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടാ പറയുന്നത്, അൻഫിഖ് യാ ബിലാൽ, ബിലാലെ നീ ചെലവഴിക്കൂ. വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാല, അർശിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ ഉള്ളത് തീർന്നു പോകുമെന്ന് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അർശിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ, അതായത് അള്ളാഹുവിന്റെ കയ്യിലുള്ളത് തീർന്നു പോകുമെന്ന ഭയം വേണ്ട. ലോകത്ത് ഒരാളും സമ്പത്ത് നല്ല മാർഗത്തിൽ ചെലവഴിച്ച് നശിച്ചു പോയ ചരിത്രം എവിടെയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് വായിക്കാം. എന്നിട്ട് ഇതിനൊരു വിശദീകരണം, ഇപ്പോ സമകാലിക വിശദീകരണം ഒരു ആവശ്യവും കൂടിയാണ്. എന്താ അല്ലാഹു റസൂൽ പറഞ്ഞത്? മാമി യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി, ഒരു അടിമ നേരം വെളുക്കുമ്പോൾ ഇല്ല മലക്കാനി യൻസിലാനി, 2 മലക്കുകൾ, സ്പെഷ്യൽ 2 മലക്കുകൾ ഇറങ്ങും. ഒരു മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിയോഗിക്കുന്ന നിരവധി മലക്കുകളുണ്ട്. നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടി നിയമിച്ചിരിക്കുന്ന മലക്കുകളുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ, ഉത്കൃഷ്ടരായ എഴുത്തുകാരായ മലക്കുകളുണ്ട്. അതേപോലെ തന്നെ നമുക്കിടയിൽ പല വിഷയങ്ങളെ പറ്റിയും പല മേഖലകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മലക്കുകളുണ്ട്. അക്കൂട്ടത്തിൽ അല്ലാഹു തആല 2 മലക്കുകളെ നിയമിച്ചിട്ടുണ്ട്. ഫയഖൂലു അഹദുഹുമ, അതിൽ ഒരാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ചെലവഴിക്കുന്നവന് നീ നല്ല പകരം കൊടുക്കണേ അല്ലാ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ചെലവഴിക്കുന്നവന് നീ നല്ല പകരം കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. 2ാമത്തെ ആളുടെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ പിശുക്ക് കാണിച്ച് പിടിച്ചു വെക്കുന്നവന് നീ അവന്റെ സമ്പത്തിൽ അല്ലെങ്കിൽ അവന്റെ റിസ്ഖിൽ നീ ബറക്കത്ത് കൊടുക്കല്ലേ അല്ലാ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിരന്തരം പ്രാർത്ഥനകൾ നമ്മൾ ചിലവഴിക്കുന്നിടത്തുണ്ട്. ഇവിടെ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ 2 തരം ചെലവഴിക്കലാണ് വരുന്നത്. സമ്പത്തിന്റെ വിഷയത്തിൽ ആണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് നിർബന്ധ സക്കാത്ത്, നിർബന്ധമായി കൊടുക്കേണ്ട ചെലവഴിക്കൽ. 2ാമത്തേത് ദാനധർമ്മങ്ങൾ.
സാധാരണ നിർബന്ധമല്ലാതെ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ. നിർബന്ധ സക്കാത്തിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ രണ്ട് വികലവാദങ്ങൾ തലപ്പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ വാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സക്കാത്ത് സംഘടിതമായി കൊടുക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു വിഷയം ഇങ്ങനെ വരുന്നുണ്ട്. സംഘടിതമായിട്ട് സക്കാത്ത് കൊടുക്കരുത് എന്നുള്ള വിഷയം. രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാല് സക്കാത്ത് കൊടുക്കുമ്പോൾ ചില വിഷയങ്ങളിൽ സക്കാത്തില്ല. ഞാനൊരു മുസ്ലിയാരുടെ പ്രസംഗം എനിക്ക് സമീർ അയച്ചു തന്നിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അതൊന്ന് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതായത് ആഭരണങ്ങളിൽ സക്കാത്തില്ല, എത്ര വേണമെങ്കിലും ആഭരണം ഉണ്ടാക്കിയിടാം, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അങ്ങനെ പലതരത്തിൽ സക്കാത്തിനെ വികലമാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്നതല്ല, കാരണം നമുക്ക് വലിയ കുറെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ ഇതിൽ ഈ പോയിന്റ് രണ്ടെണ്ണം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമായി കൊടുക്കേണ്ടവൻ അത് ആരാണ് എന്ന് ഇപ്പോഴും നമ്മുടെ ഇടയിൽ തീർപ്പായിട്ടില്ല. രണ്ട് വിഷയത്തിൽ നമ്മുടെ ആളുകൾ പൂർണ്ണമായും മസാല ഇപ്പോഴും പൂർത്തിയാകാത്ത ആൾക്കാരുണ്ട്. ഒന്ന് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആളുകൾക്ക് സംശയം തീർന്നിട്ടില്ല. 5 നേരം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ 5 നേരം നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരത്തിന്റെ പൂർണ്ണമായ വിഷയത്തിൽ ഇപ്പോഴും പല ആളുകൾക്കും സംശയം ബാക്കിയാണ്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, നിസ്കാരത്തിൽ അങ്ങനെ ഉണ്ടോ, നിസ്കാരത്തിൽ ഇങ്ങനെ, അതപ്പം അങ്ങനെ ഒന്ന് എന്ത് ചെയ്യും, ആ യാത്രക്ക് എന്ത് ചെയ്യും, ഈ യാത്രക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത് ആളുകൾക്ക് ഇപ്പോഴും സംശയം തീരാത്തൊരു വിഷയമാണ് സക്കാത്തും അതേപോലെ പലിശ ഇടപാടും. ഈ വിഷയത്തിൽ ഇപ്പോഴും സംശയം തീർന്നിട്ടില്ലോ. ഒരു ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുരുങ്ങിയ പക്ഷം ഒരാളെങ്കിലും എന്നോട് ചോദിക്കും എന്ത്, ഈ പലിശ സംബന്ധമായ വിഷയത്തെ പറ്റി. അങ്ങനെ അവിടെ ഒരു ഇടപാടുണ്ട്, അപ്പൊ അതിൽ പലിശ വന്നിട്ടുണ്ട്, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ബാങ്കിലെ ഇതെന്ത് ചെയ്യും, ഇതില്ലെങ്കിൽ ഇൻഷുറൻസ്. ഇന്നലെ തന്നെ ഒരാള്, അതായത് 5 നേരം നിസ്കരിക്കുന്ന എല്ലാ അർത്ഥത്തിലും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഈ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന് അത് പലിശയുടെ ഇനത്തിൽ പെടുവോ ഇല്ലയോ. ഇപ്പോഴും സംശയങ്ങളാണ് ആളുകൾക്ക്. അവിടെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ സക്കാത്ത് എന്നുള്ളത് നമ്മൾ ഓരോ വ്യക്തിക്കും നിർബന്ധമായ കാര്യമാണ്. അതിന്റെ അളവ് പറയുന്നുണ്ട്. അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കണക്ക് കൂട്ടി വെച്ചത് വലിയ സമ്പത്തുള്ള ആളുകൾ മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, നമ്മളുടെ മാസവരുമാനം, ആ മാസവരുമാനവും അതേപോലെ തന്നെ നമ്മളുടെ വാർഷിക വരുമാനവും, ഇതൊക്കെ നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ട് ഏകദേശം അതിന് 2 കണക്കാ വരുന്നത്. ഒന്ന് സ്വർണത്തിന്റെ കണക്കും വരുന്നുണ്ട്, 2 വെള്ളിയുടെ കണക്കും വരുന്നുണ്ട്. സ്വർണത്തിന്റെ കണക്കാണ് ഇന്ന് പല ആളുകളും സക്കാത്തിനെടുക്കുന്നത്. അത് തെറ്റാണ്. സൂക്ഷ്മത പാലിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം 590 ഗ്രാം വെള്ളിയുടെ കണക്ക്, അതിനനുസരിച്ചിട്ടുള്ള പണം അയാളുടെ കയ്യിൽ വന്നിട്ടുണ്ട് എങ്കിൽ 2.5 അയാൾ സക്കാത്ത് കൊടുക്കണം. ഇന്നത്തെ കണക്കിൽ 590 ഗ്രാം, അന്നത്തെ കണക്കിൽ സ്വർണവും വെള്ളിയും ഒരേ നിലവാരത്തിൽ നിന്നിരുന്നതാണ്. പിന്നെ സ്വർണത്തിന്റെ റേറ്റ് കൂടുകയും വെള്ളിയുടേത് താഴേക്ക് പോവുകയും ചെയ്തപ്പോ സ്വർണത്തിന്റെ കണക്കാണ് എല്ലാവരും എടുക്കുന്നത്. 10 പവന്റെ സ്വർണത്തിന് കണക്കാക്കിക്കൊണ്ടുള്ള സാമ്പത്തിക വരുമാനം ഉണ്ട് എങ്കിൽ അയാൾ സക്കാത്ത് കൊടുത്താൽ മതി എന്നത്. 10 പവൻ എന്ന് പറയുമ്പോൾ ഇന്ന് എത്രയായി? ഏകദേശം 75 റുപ്യ അല്ലെ? 7.5 ലക്ഷം രൂപയുടെ മുകളിൽ പോയില്ലേ? 7 ലക്ഷം രൂപയുടെ അടുത്ത റേറ്റ്. അപ്പൊ 7 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി എന്ന് വരുന്നത് അല്ല. സൂക്ഷ്മത പാലിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 590 ഗ്രാം വെള്ളിയുടെ തോതനുസരിച്ചിട്ട് ഉള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ട് എങ്കിൽ അയാൾ 2.5 സക്കാത്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോ ഞാനും നിങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ തന്നെയാണ്. എൻ്റെ ഒരു വർഷത്തെ വരുമാനം ഞാൻ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സക്കാത്ത് ഞാൻ കൊടുക്കണം. പല ആൾക്കാർക്കും അതിനെപ്പറ്റിയുള്ള ഒരു ബോധമില്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനിഉ സക്കാത്തിനെ ഗൗരവത്തിൽ കണക്കാക്കിയിട്ടുള്ളത്. സക്കാത്ത് തടയുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉണ്ടായിട്ടും ഞാൻ കൊടുക്കൂല എന്ന് പറയുന്ന ആള് മാത്രമല്ല, സക്കാത്തിനെ പറ്റി അറിയാതെ പോയിക്കൊണ്ട് സക്കാത്ത് കൊടുക്കാതെ പോകുന്ന ആൾക്കാരും ഈ ഹുക്കുമിൽ പെടും.
സക്കാത്ത് കൊടുക്കാത്തവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പരാമർശത്തിൽ ഏറ്റവും ഗൗരവമുള്ള പരാമർശം സക്കാത്ത് തടയുന്നവൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലാണെന്നാണ്. വിശുദ്ധ ഖുർആനില് അല്ലാഹു തആല പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന് പറയുന്ന ആ ആയത്ത് തുടങ്ങിയിട്ട് വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ആ ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. മുശ്രിക്കുകൾക്ക് വൈൽ എന്ന നരകമുണ്ട്, അല്ലെങ്കിൽ നാശമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ആരാണ് മുശ്രിക്ക്, അല്ലെങ്കിൽ ആ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവരാരാ? അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. അപ്പൊ ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അവനെ മുശ്രിക്കെന്ന് വിളിക്കാമെന്നല്ല, മറിച്ച് മുശ്രിക്കുകളുടെ കൂട്ടത്തിലാണ് അവനെ എണ്ണിയിട്ടുള്ളത്, ആ മുശ്രിക്കായിട്ടല്ല. അപ്പൊ തൗഹീദുള്ള ഒരാള്, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ എല്ലാ സിഫാത്തുകളെയും അംഗീകരിച്ച് 100% തൗഹീദ് അധിഷ്ഠിതമായി ജീവിക്കുന്ന ആൾ, അയാൾ മുവഹിദാണ്. പക്ഷേ അയാളെ എണ്ണിയിരിക്കുന്നത് ഇത് കൊടുക്കുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അയാൾ എണ്ണിയിരിക്കുന്നത് മുശ്രിക്കുകളുടെ ഗണത്തിലാണ്, അവരുടെ പട്ടികയിലായിരിക്കും ഉണ്ടാകുക. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ വിചാരണ കഴിഞ്ഞിട്ടാണ് അയാൾ ഇപ്പുറത്തെ പട്ടികയിലേക്ക് ചേർക്കുള്ളൂ എന്നർത്ഥം. പിന്നെ കേൾക്കാം മാനിഉ സക്കാത്തിനെ സംബന്ധിച്ച് പറയുന്നത്, മാനിഉ സക്കാത്തി യൗമൽ ഖിയാമത്തി ഫിന്നാർ, സക്കാത്ത് തടഞ്ഞു വെക്കുന്നവൻ നരകത്തിൽ, നാളെ പരലോകത്ത് നരകത്തിലാണ്, കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, നരകത്തിലാണ്. അതേപോലെ തന്നെ സക്കാത്ത് നൽകാത്ത ഒരു വിഭാഗം ആളുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ അവർക്കിടയിൽ ജീവിത ക്ലേശം വർദ്ധിക്കും, ആ സമൂഹത്തിൽ ജീവിത ക്ലേശം വർദ്ധിക്കും. മാനിഉ സക്കാത്തി മാ മനഅ ഖൗമുൻ സക്കാത്ത് ഇല്ല ബതലാഹുമുല്ലാഹു ബിസ്സിനീൻ, ഒരു സമൂഹത്തിൽ സക്കാത്ത് തടഞ്ഞു വെച്ചാൽ അവർക്ക് കാലവിപത്തുകൾ ബാധിക്കും, ജീവിത ക്ലേശങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. സത്യത്തിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും സക്കാത്ത് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ സത്യത്തിൽ അതിലൂടെ ഉണ്ടാകുന്ന കാര്യം എന്താണ്? നമ്മുടെ ഇവിടുത്തെ ബിസിനസ് വലുതാകും. സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ നാട്ടിലെ ബിസിനസ് വളരുകയാണ്. കാരണം ഇപ്പൊ നിങ്ങളൊരു 10 ആളുകൾ സക്കാത്ത് കൊടുക്കാൻ പ്രാപ്തരായ ആളുകളാണ്, 10 ആളുകൾ സക്കാത്ത് വാങ്ങിക്കാൻ പ്രാപ്തരായ ആളുകളാണ്. ഈ 10 ആളുകൾ സക്കാത്ത് വാങ്ങിക്കാനുള്ള ആളുകൾ ആ സക്കാത്തിന്റെ പണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ആ പണം എവിടെ ഇറക്കും? മാർക്കറ്റിൽ ഇറക്കും. പണം മാർക്കറ്റിൽ ഉണ്ടെങ്കിലാണ് ഇവിടെ പണം വളരുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ, എല്ലാവരുടെയും കയ്യിൽ ഒരു 10 കോടി രൂപ കറൻസി ആയിട്ടുണ്ടെന്ന് അങ്ങോട്ട് കൂട്ടിക്കോ. എല്ലാവരും ആ 10 കോടി രൂപ നിങ്ങൾ ഭദ്രമായി പൂട്ടി വെച്ചിരിക്കുകയാണ്. പണം വളരൂല. ആ 10 കോടി വെച്ചിട്ട് ഓരോരുത്തരും മാർക്കറ്റിലേക്ക് ഇറക്കി നോക്ക്. മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് വളരും. ഒരു കൊല്ലം കൊണ്ട് 10 കോടി എന്നുള്ളത് 100 കോടിയിലേക്ക് വളരും. അപ്പൊ പണത്തിന്റെ പൊതുവായ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് മാർക്കറ്റിൽ കിടന്ന് കളിക്കേണ്ടതാണ് പണം. അപ്പൊ മാർക്കറ്റിലേക്ക് പണം ഇറക്കാൻ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടാകണം. സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ 2.5 സക്കാത്ത് കൊടുക്കുമ്പോൾ അവിടുന്ന് തിരിച്ചു വരുന്നത് 20%, 25% അല്ലെങ്കിൽ 50%, 60% റിട്ടേൺ വരുന്നത് നമുക്ക്. അതുകൊണ്ട് തന്നെ സക്കാത്ത് നമ്മുടെ സമൂഹത്തിൽ ജീവിത ക്ലേശങ്ങൾ എടുത്തു കളയുന്ന ഒരു ഇബാദത്താണ്. പക്ഷെ അത് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ജീവിത ക്ലേശം വർദ്ധിക്കും. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാ മനഅ ഖൗമുൻ സക്കാത്ത ഇല്ലാ മുനിഉൽ ഖതർ, ഒരു സമൂഹം സക്കാത്ത് തടഞ്ഞു വെച്ചാൽ മഴയെ അല്ലാഹു തആല തടഞ്ഞു വെക്കും. സക്കാത്തും മഴയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. സക്കാത്ത് തടഞ്ഞാൽ മഴയും അല്ലാഹു തആല തടയും. എന്നിട്ട് പറയുന്നു വലൗലൽ ബഹായിമു ലം തുംതിറു, കന്നുകാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന മഴ പോലും നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല. അപ്പോ ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണ് സക്കാത്തിന്റെ വിഷയം. അത് നമ്മൾ ഗൗരവത്തിലെടുക്കുക. അപ്പൊ നിർബന്ധിതമായ സക്കാത്ത്, അതിന്റെ ഒരു പൂർണ്ണമായ ഒരു അവതരണം വേണം. അത് നമുക്ക് ഇന്ന് അതിന് പറ്റുന്നൊരു സമയമല്ല. ഇൻഷാ അല്ലാഹ് റമദാനിന് ശേഷമോ അല്ലെങ്കിൽ റമദാനിലോ ഉള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് ഡീപ്പായിട്ട് അത് വിശദീകരിക്കാം. ഇനി രണ്ടാമത് ഇതിലുള്ള ഒരു വിഷയം ഒരു മുസ്ലിയാരുടെ പ്രസംഗമാണ്. മുസ്ലിയാർ നടത്തിയ പ്രസംഗം എന്താ? സക്കാത്ത്, ആഭരണങ്ങളിൽ സക്കാത്തില്ല എന്നുള്ളത്. ആഭരണങ്ങളിൽ സക്കാത്തില്ല എന്നുള്ളത്
ഏറ്റവും വലിയ അബദ്ധ പറഞ്ഞിട്ടുള്ളത്. ഒരാൾ ആഭരണാക്കി ഗോൾഡ് മുഴുവൻ ആഭരണാക്കി അങ്ങോട്ട് വെച്ചു, അപ്പൊ അതിന് സക്കാത്തില്ല. ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ സക്കാത്തില്ല, അപ്പൊ ഉപയോഗിക്കാത്ത ആഭരണങ്ങൾ സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ ഒരാൾ പറയാണ് ഞാൻ വെള്ളിയാഴ്ച ഈ ആഭരണം ഉപയോഗിക്കും, ശനിയാഴ്ച ഈ ആഭരണം ഉപയോഗിക്കും, ഞായറാഴ്ച അങ്ങനെ ഓരോ ദിവസവും ഉപയോഗിക്കാൻ ഓരോ തരം ആഭരണങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് മാറണ പോലെ ആയിക്കഴിഞ്ഞാൽ അപ്പൊ ഉപയോഗിക്കുന്ന ആഭരണങ്ങളായി. ഇത് സത്യത്തിൽ ആരെ പറ്റിക്കുന്നത്? അള്ളാഹിനെ പറ്റിക്കാനല്ലേ നോക്കണം. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അള്ളാഹുവിനെയും സത്യവിശ്വാസികളെയും കൂടെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അങ്ങനെ തടഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. കാരണം റബ്ബിന്റെ മുമ്പിൽ വിചാരണ വരുമ്പോൾ അത് കൃത്യമാണ്. ആഭരണങ്ങൾ സക്കാത്ത് ഇല്ലേ? നമുക്ക് നോക്കാം, തെളിവ് നോക്കാം. നമ്മൾ പ്രമാണം കൊണ്ടാണല്ലോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഒരു ഹദീസ് വായിക്കാം. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിച്ചോളണം ആഭരണങ്ങൾ സക്കാത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് ബിൻ ഹാദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്നഹു ഖാല ദഖൽന അലാ ആയിഷത സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ആയിഷ ഉമ്മയുടെ അരികിലേക്ക് കയറി ചെന്നു. ഫഖാലത്ത്, അപ്പൊ ആയിഷ ഉമ്മ ഞങ്ങളോട് പറയാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആള് താബിഈയാണ്. അപ്പൊ താബിഈയായ ഒരാള് ആയിഷ ഉമ്മയെ കാണാൻ ചെന്നു. അപ്പൊ ആയിഷ ഉമ്മ ഒരു വിവരം പറയുകയാണ്. ഫഖാലത്ത്, ആയിഷ ഉമ്മ പറയുകയാണ്, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ എൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഫറഅ ഫീ യദി ഫതഖാതിമിൻ വരിഖിൻ, സ്വർണത്തിന്റെ 2 തടവളകൾ, കട്ടിയുള്ള റിങ് ഉണ്ടല്ലോ, ആ തടവളകൾ കണ്ട്. തടവള എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ എന്ത് പറയുന്ന അറിയില്ല. കട്ടിയുള്ള വള, അങ്ങനത്തെ റിങ്, സ്വർണത്തിന്റെ റിങ് 2 റിങ് ഉണ്ട്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാദാ യാ ആയിഷ, ഇതെന്താ കയ്യിൽ വളയൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, സനഅതുഹുന്ന അതസയ്യനു ലക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുമ്പിൽ അലങ്കാരത്തോടു കൂടെ നിൽക്കാൻ വേണ്ടി ഞാൻ പണി കഴിപ്പിച്ച വളയാണിത്. അപ്പൊ ആഭരണമാണുള്ളത്. അലങ്കാരത്തോടുകൂടെ ഭംഗിയായി ഭർത്താവിന്റെ മുമ്പിൽ പെണ്ണിന് പ്രത്യക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് വേണ്ടത്. ഭർത്താവിന്റെ മുമ്പിലാണ് പെണ്ണ് അലങ്കാരം കാണിക്കേണ്ടത്, അല്ലേ? ബെഡ്റൂമിലേക്ക് ഭാര്യമാര് വരുന്നത് അലങ്കാരത്തോടുകൂടിയാണ്. എത്ര പേരുടെ ബെഡ്റൂമിലേക്ക് വരുന്നുണ്ട്? ഏറ്റവും മുഷിഞ്ഞ മാക്സി ഇട്ടിട്ടല്ലേ വരുന്നത്. അടുക്കളയിൽ പണത് അതേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട്. അതൊക്കെ മാറ്റണം. സമൂഹത്തിൽ അതന്നെയാണ് സമൂഹത്തിൽ കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനമായ കാരണങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഒന്ന് അതാണ്. പുറത്തേക്ക് പോകുമ്പോൾ വളരെ ഭംഗിയായി എല്ലാം അലങ്കാരത്തോടു കൂടി അവർ പോകും. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇല്ല. നിങ്ങൾ അറബികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറബികളുടെ ലേഡീസിന് മാത്രം ഡ്രസ്സുകൾ വിൽക്കുന്ന ചില ഷോപ്പുകളുണ്ട്. സൗദിയിലാണെങ്കിലും വേറെ ഏത് രാജ്യങ്ങളാണ്. അപ്പൊ ഞാൻ മറ്റുള്ള രാജ്യങ്ങളിൽ പോയപ്പോൾ ഇത്തരം ഷോപ്പുകൾ കണ്ടപ്പോൾ ഞാൻ കരുതിയത് അതൊരു ഇസ്ലാമിക ഭരണമല്ല അവിടെ നടക്കുന്ന. മുസ്ലിങ്ങളാണ് ഭരിക്കണമെങ്കിൽ ഇസ്ലാമിക ശരീഅത്തനുസരിച്ചിട്ടുള്ള ഭരണമല്ല. അതുകൊണ്ട് അവർ ചിലപ്പോൾ എല്ലാ കോലവും കെട്ടുമായിരിക്കും. മാത്രമല്ല മറ്റുള്ള ദുബായ് പോലെയുള്ള രാജ്യങ്ങൾ അത്തരം വേഷം ധരിച്ചുകൊണ്ട് പല പെണ്ണുങ്ങളും റോട്ടും ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പൊ അതാണെന്ന് ഞാൻ കരുതി. പക്ഷെ സൗദിയിൽ ചെന്നപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പെഷ്യൽ ഷോപ്പുകൾ കണ്ട് ഇത്തരം വേഷങ്ങളുടെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇത്തരം വേഷം ധരിച്ച് പുറത്തിറങ്ങുന്നില്ലല്ലോ, പിന്നെ എന്തിനാ? അപ്പൊ പറഞ്ഞ് അറബികൾ പൊതുവെ അവരുടെ ഭാര്യമാർ അവരുടെ വീടുകളിൽ അവരുടെ ബെഡ്റൂമുകളിലേക്ക് വരുന്നത് ഇത്തരം വേഷം ധരിച്ച് അവർ അലങ്കാരത്തോടു കൂടിയാണ്. ആകർഷിക്കപ്പെടുന്നത് ഭർത്താവിനെ അല്ലേ, നാട്ടുകാരെ അല്ലല്ലോ. ഇതാ സറത്തുക, നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുമെന്നല്ലേ സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം പറഞ്ഞത്. നമ്മൾ അവളെ കാണുമ്പോൾ അവളിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടും എന്നർത്ഥം. നാട്ടുകാർ നോക്കുമ്പോ സന്തോഷിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ നോക്കുമ്പോ സന്തോഷിപ്പിക്കണം. അപ്പൊ എന്തോ ആകട്ടെ, വിഷയം വഴി മാറും. അപ്പൊ ആയിഷ ഉമ്മ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒന്ന് അലങ്കാരം കാണിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ച 2 ഗോൾഡിന്റെ വളകളാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അതുഅദ്ദീന സകാത്തഹുന്ന, ആ വളയുടെ സക്കാത്ത് കൊടുത്തതാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആഭരണത്തിൽ സക്കാത്ത് ഉണ്ടോ? ആഭരണത്തിൽ സക്കാത്ത് ഉണ്ടോ? ഉണ്ട്. ആ വളയുടെ സക്കാത്ത് കൊടുത്തോ? കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, കൊടുത്തിട്ടില്ല. വേറെ റിപ്പോർട്ടിൽ മാഷാ അല്ലാഹ് ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ എന്ന രീതിയിലാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കൊടുത്ത മറുപടി ഹുവ ഹസ്ബുകി മിനന്നാർ, നരകത്തിൽ പോകാൻ അത് മതി. അപ്പൊ നമുക്ക് ഈ ഹദീസ്, ഇതൊറ്റ ഹദീസേ ഞാൻ വായിച്ചിട്ടുള്ളൂ, ഇനിയും വായിക്കാനുണ്ട്. ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത് ആഭരണത്തിൽ സക്കാത്ത് ഉണ്ടോ ഇല്ലയോ ഉണ്ടെന്നല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആഭരണത്തിന്റെ തൂക്കം പോലും നോക്കിയിട്ടില്ലല്ലോ. അത് തൂക്കി നോക്കിയിട്ടാണോ പറഞ്ഞത്? അല്ല. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 20,000 രൂപ സാലറി വാങ്ങിക്കുന്ന ഒരാൾ, ഞാൻ ഏറ്റവും കുറഞ്ഞ സാലറി ആണ് പറയുന്നത്, 20,000 രൂപ സാലറി വാങ്ങിക്കുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി അയാൾ 2.5 അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ചെലവാക്കിയാൽ മതി. മന്ത്ലി സാലറി ആണെങ്കിൽ. ഇയർലി വരുമാനം ഉള്ള ഒരാളാണ്, വാർഷിക വരുമാനം കണക്കാക്കുന്ന ഒരാളാണ് ബിസിനസ്സിൽ എങ്കിൽ ആ വാർഷിക വരുമാനത്തിൽ 2.5 മാറ്റി വെക്കുക. ഇത് കണക്ക് നോക്കിയിട്ട്, അളവ് നോക്കിയിട്ട് ഒരു പോയിന്റ് താഴത്തേക്കാണെങ്കിൽ സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ 10.5 പവൻ ഗോൾഡ് ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, അതാണല്ലോ കണക്ക്. അപ്പൊ ഒരു 10 പവനുള്ളൂ, അപ്പൊ എന്താ സക്കാത്ത് കൊടുക്കണ്ടേ? 10 പവൻ സ്വർണ്ണമുള്ളൂ, സക്കാത്ത് കൊടുക്കണ്ടെന്നാണ് അതിനർത്ഥം. കൊടുക്കണം. ചില ആളുകൾ ചെയ്യുന്ന പണിയുണ്ട്, ഈ ഇതുകൊണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് അതിലേക്ക് പണം ഇറക്കിക്കൊണ്ട് പലയിടങ്ങളിലും പ്രോപ്പർട്ടീസ്, സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിടും, കച്ചവടം സാധനങ്ങളായിക്കൊണ്ട്. ആരോ ഈ പറഞ്ഞ മുസ്ലിയാക്കന്മാരെ പോലത്തെ ഏതോ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് അതിന് സക്കാത്തില്ല എന്ന്. സക്കാത്തുണ്ട്, എല്ലാ വിഷയത്തിനും സക്കാത്തുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചാൽ മനസ്സിലാവും അതിന്റെ ഗൗരവം എന്താണെന്നുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ഹദീസും കൂടെ വായിക്കാം. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം അബൂദാവൂദിന്റെ റിപ്പോർട്ടാണ് കേട്ടോ. അന്നംറഅത്തൻ അത്തത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മഅഹ ഇബ്നത്തുൻ ലഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്ത്രീ വന്നു. ആ പെണ്ണിന്റെ കൂടെ ആ പെണ്ണിന്റെ മോളും ഉണ്ട്, മകളുമുണ്ട് കൂടെ. വഫി യദി ബിനത്തിഹ സഖതാനി ഗലീറതാനി മിൻ ദഹബിൻ. സ്വർണത്തിന്റെ കട്ടി കൂടിയ 2 വളകളുണ്ട്. മറ്റേത് തടവളയാണ് മറ്റേതുണ്ടായിരുന്നത്, കട്ടി കൂടിയ മറ്റൊരു വള, സാധാ വള. ഫഖാല ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണോട് ചോദിച്ചു, അത്തുഅതീന സക്കാത്ത ഹാദാ, ഇതിന്റെ സക്കാത്ത് കൊടുത്തതാണോ എന്ന് ചോദിച്ചു. ആഭരണല്ലേ, ധരിച്ചുകൊണ്ട് വന്നേക്കണല്ലേ, സക്കാത്ത് കൊടുത്തോ? ആ പെണ്ണ് പറഞ്ഞില്ല, കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ യസുറുക്കി അൻ യുസവ്വിറക്കി ഇല്ലാഹു ബിഹിമാ യൗമൽ ഖിയാമ സിവാറൈനി മിന്നാർ. നാളെ പരലോകത്ത് അല്ലാഹു തആല തീ കൊണ്ടുള്ള 2 വളകൾ നിന്നെ ധരിപ്പിക്കാൻ നീ സന്തോഷിക്കുന്നുണ്ടോ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഫഖാല ഫഖലഅതുഹുമാ ഫഅൽഖൈതുഹുമാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് 2ഉം ഊരി ആ പെണ്ണ് നബിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇനി വേണ്ട എന്ന രീതിയിൽ. അതിന്റെ ആവശ്യമില്ല, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ സക്കാത്ത്, ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് സക്കാത്ത് ഉണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബി ജഅഫർ അൻ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു ഖാല ഫിൽ ഹുലിയി സക്കാത്തുൻ, ആഭരണത്തിൽ സക്കാത്തുണ്ട്. ഹത്താ ഫിൽ ഖാത്തം, വിരലിലിടുന്ന മോതിരമാണെങ്കിൽ പോലും അതിന് സക്കാത്തുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ മുസ്ലിയാക്കന്മാര് ആഭരണത്തിൽ സക്കാത്തില്ലാന്ന് പറഞ്ഞാൽ? അങ്ങനെ പറയുമ്പോ ആളെ കിട്ടും കൂടുതൽ. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആളെ കൂടുതൽ കിട്ടും. ഇനി ആഭരണത്തിൽ സക്കാത്ത് ഇല്ല എന്ന് തെളിയിക്കാൻ പ്രമാണം വേണോ? ഖുർആനും ഹദീസും കിട്ടൂല. പക്ഷേ ഇത്തരം മുസ്ലിയാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ചില പഴയകാല മുസ്ലിയാക്കന്മാർ എഴുതി വെച്ച ചില വാറോലകൾ ഉണ്ടാവും. അറബിയിൽ എഴുതിയതെല്ലാം പ്രമാണമല്ലോ ഇസ്ലാമിൽ. ഫുഖഹാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ അതിലുണ്ടാവും ആഭരണത്തിൽ സക്കാത്ത് വേണ്ട എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ ഈ പറയപ്പെട്ട 3 ഹദീസ്
ഞാൻ ഇനിയും വായിക്കാണ്ട് ഹദീസുകൾ. ഈ 3 ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടത്തിൽ സക്കാത്ത് ഉണ്ടെന്ന് തന്നെയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3-ാമത്തെ പോയിന്റ്, സക്കാത്ത് വ്യക്തിക്ക് കൊടുക്കലാണോ ഇന്നിപ്പോ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വിഷയമുണ്ടായി. അവര് സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പാണക്കാട് തങ്ങള് അതിന്റെ ഒരു ഭാഗം ഉദ്ഘാടനം നിർവഹിക്കുകയോ മറ്റൊക്കെ ചെയ്തൊരു വിഷയം പടുത്ത് നടന്നു. അതിനെ ചൊല്ലി മുസ്ലിയാക്കന്മാര് കാടളകി ഇറങ്ങി വരികയാണ്. എന്ത്? സംഘടിത സക്കാത്ത് ഇസ്ലാമികമല്ല പോലും. സക്കാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സംഘടിതം എന്നാണ് അതിനർത്ഥം. ഞാൻ ഒരു ആയത്ത് തെളിവ് വായിച്ചു തരാം നിങ്ങൾക്ക്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞ ഒരു പോയിന്റ്, അതായത് സക്കാത്തുമായി പറഞ്ഞ സ്ഥലങ്ങളിൽ, നിർബന്ധിത സക്കാത്തുമായി പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, അവരുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധിത ദാനത്തെ നീ പിടിക്കുക, നീ എടുക്കുക എന്നാണ്. എടുത്ത് റസൂലുള്ളാഹിനോടുള്ള കൽപ്പനയാണ്, ശേഖരിക്കണമെന്നാണ്. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വർക്കഉ മഅർ റാക്കിഈൻ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ 32 ഇടങ്ങളിൽ സക്കാത്തിനെ പരാമർശിച്ചത് സ്വലാത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്, നിസ്കാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. എന്താണെന്നറിയാമോ അതിന്റെ കാരണം? നിസ്കാരം ഒറ്റയ്ക്കാണോ സംഘടിതമായിട്ടാണോ? സംഘടിതമായിട്ടാണ് നിസ്കാരം. സക്കാത്തും സംഘടിതമായിട്ടാണ്, ഒറ്റക്കല്ല. ഒരുമിച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, 9-ാം അധ്യായം 103-ാമത്തെ ആയത്ത് സൂറത്ത് തൗബയിൽ, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കിഹിം ബിഹാ, അവരുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധിത ദാനത്തെ നീ എടുക്കുക. അപ്പൊ ശേഖരിക്കുക എന്ന് തന്നെയാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഇതിലുണ്ട്, അതായത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറായി നിയോഗിച്ചുകൊണ്ട് പറഞ്ഞയച്ച ഒരു സംഭവമുണ്ട്. ഇമാം ബുഖാരി 1395 നമ്പറായിട്ട് രേഖപ്പെടുത്തിയ ഒരു ഹദീസാണത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറായി നിയോഗിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, തുടക്കം മുതൽ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിലേക്ക് ക്ഷണിക്കണം. വ ഇൻഹും അതാഉ ലിദാലിക, അവർ അതനുസരിച്ചാൽ فأعملهم أن الله فأعلمهم أن الله قد افترض عليهم 5 صلوات في كل يوم وليلة. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു തആല രാത്രിയിലും പകലിലുമായി 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ഫഇൻഹും അതാഉ ലിദാലിക, 5 നേരത്തെ നിസ്കാരം അവർ നിർവഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഫഅഅലിംഹും, അവരെ നീ പറഞ്ഞു കൊടുക്കണം, അന്നല്ലാഹ ഇഫ്തറള അലൈഹിം സദഖത്തൻ ഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ അല്ലാഹു തആല സദഖ, അതായത് സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പറയണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നു, തുഖദു മിൻ അഗ്നിയാഇഹിം, അവരുടെ സമ്പന്നന്മാരിൽ നിന്നും അത് നീ ശേഖരിക്കണം, വാങ്ങിക്കണം. വതുറദ്ദു അലാ ഫുഖറാഇഹിം, ഫഖീറന്മാർക്ക് നീ കൊടുക്കണം. ഈ ഹദീസ് എന്താ പറഞ്ഞു? സക്കാത്ത് ശേഖരിച്ചിട്ട് കൊടുക്കണം എന്നല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോലെ അവരോട് അങ്ങോട്ട് കൊടുക്കാൻ പറയണം, ഫക്കീറന്മാർക്ക് കൊടുക്കാൻ പറയണം. ഒരു ലോജിക്കുമില്ല. സക്കാത്ത് നേർക്ക് നേരെ കൊടുക്കണം എന്ന് പറയുന്നിടത്ത് ഒരു ലോജിക്കുമില്ല. എന്നിട്ട് സംഘടിത സക്കാത്ത് ഇതെന്താ വിഷയം എന്നറിയാമോ? സംഘടിത സക്കാത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പാട്ടപ്പിരിവ് നിൽക്കും. നടക്കൂല. പള്ളിയുടെ പേര് പറഞ്ഞ് ഓരോ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ കയ്യിൽ വാങ്ങിക്കുന്നുണ്ടല്ലോ, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ഒക്കെ ചൊല്ലിക്കൊണ്ട് ആയത്തുൽ കുർസിയൊക്കെ ഓതിക്കൊണ്ട് കയ്യിൽ മേടിക്കൂല, സ്റ്റേജിന്റെ മുമ്പിൽ ബക്കറ്റൊക്കെ വെച്ചിട്ട്, അതാണ് ആ പരിപാടി മുടങ്ങും. ഇതൊക്കെ സക്കാത്തിന്റെ ഗണത്തിലാണ് പെടുത്തിയേക്കണത്. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ ഹദീസുകളും സംഘടിതമല്ലാത്തൊരു സക്കാത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല.
വ്യക്തി വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു നയം ഇസ്ലാമിലില്ല. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. സക്കാത്തിന് 8 അവകാശികളില്ലേ? ഒരവകാശി ആരാ? അൽ ആമിലീന അലൈഹ, സക്കാത്ത് വർക്കർമാര്. അപ്പൊ സക്കാത്ത് സംഘടിതം അല്ല, വ്യക്തി വ്യക്തിക്കാ കൊടുക്കണമെങ്കിൽ പിന്നെ സക്കാത്ത് വർക്ക് ചെയ്യാൻ ആളുടെ ആവശ്യമുണ്ടോ? സക്കാത്തിന് വേണ്ടി അത് ശേഖരിക്കാനും അത് വിതരണം ചെയ്യാനും ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാഫുകൾ സക്കാത്തിന് അർഹരായ ആളുകളാണ്. അപ്പൊ സക്കാത്ത് സംഘടിതമല്ലേ? ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സക്കാത്ത് സംഘടിതമായി കൊടുത്തു കഴിഞ്ഞാൽ അത് അർഹരായ ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്നൊരാരോപണം. ചില സംഘടനകൾ, അല്ലാഹു അഅലം, നമ്മളത് അറിയില്ല, ചില സംഘടനകൾ എന്ത് ചെയ്യുന്നുണ്ട്? സക്കാത്ത് ഫണ്ട് ശേഖരിച്ചിട്ട് അത് വേറെ പല കാര്യങ്ങളിലേക്കും ചെലവഴിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം, നമുക്കതിനെ പറ്റി അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ നമുക്ക് കാണാം, അതായത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഇമാം അഹ്മദ് ആണ് ആ ഹദീസ് പഠിപ്പിച്ചിരുന്നത്. ഖാല അത്താ റജുലുൻ മിൻ ബനി തമീമിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. ഫഖാല യാ റസൂലല്ലാഹ് ഇന്നി ദൂ മാലിൻ കസീരിൻ വദൂ അഖ്ലിൻ വവലദിൻ വഹാദിറത്തിൻ. എനിക്കൊരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് കുടുംബം അംഗങ്ങളുണ്ട് എനിക്ക്. അങ്ങനെ അയാൾ അങ്ങനെ സ്വന്തമായി പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഫഅഖ്ബിർനി കൈഫ ഉൻഫിഖു വകൈഫ അസ്നഉ. എൻ്റെ സമ്പത്തിനെ ഞാൻ എങ്ങനെ ചെലവഴിക്കണം, എൻ്റെ കുടുംബക്കാരുടെ വിഷയത്തിൽ ഞാൻ എങ്ങനെ ഇടപെടണം, ഒന്ന് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുഖ്രിജു സക്കാത്ത മിൻ മാലിക. നിന്റെ സമ്പത്തിൽ നിന്നും സക്കാത്ത് നീ എടുത്തു മാറ്റി വെക്കണം, കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം. ഫഇന്നഹാ തുതഹിറത്തുൻ തുതഹിറുക. അത് നിന്നെ ശുദ്ധിയാക്കും, നിന്റെ സമ്പത്തിനെയും ശുദ്ധിയാക്കും. വതസിലു അഖരിബാഅക. നിന്റെ കുടുംബ ബന്ധത്തെ നീ ചേർക്കുക. വതഅരിഫു ഹഖ്ക സായിരി വൽ ജാരി വൽ മിസ്കീൻ. വഴിയാത്രക്കാരന്റെയും അയൽവാസിയുടെയും മിസ്കിന്മാരുടെയും അവകാശം നീ തിരിച്ചറിയണം. അത് വലിയൊരു ഇതാണ് കേട്ടോ. വഴിയാത്രക്കാരനൊരു അവകാശമുണ്ട്, വലിസായിലി ചോദിച്ചു വരുന്നവനൊരു അവകാശമുണ്ട്, അയൽവാസിക്കൊരു അവകാശമുണ്ട്. റോട്ടുമറ്റങ്ങോട്ട് ഇറങ്ങി, റോട്ടുമറ്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും തരണേ, സായിലാണ്, ചോദിച്ചവനാ, എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. ചില ആൾക്കാർ അയാളുടെ ബയോളജിയും സയൻസും അയാളുടെ കുടുംബ പാരമ്പര്യവും അയാളുടെ നാടും ഭാഷയും ഒക്കെ പഠിച്ച് എന്നിട്ട് കൊടുക്കണത്രയായിരിക്കും ഒരു 10 റുപ്യ. ചോദിച്ചാൽ കൊടുക്കുക. കാരണം അവൻ അവകാശമുണ്ട് ചോദിച്ചവന്. അവൻ അതിന് അർഹനാണോ അല്ലയോ അത് അവനും അള്ളാഹും നമ്മൾ തീർത്തോളും. നമ്മളായിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. എന്തോ ആകട്ടെ, അതൊക്കെ കൊടുക്കണം. അതേപോലെ അയൽവക്ക ബന്ധം വലിയ വിഷയമാണ്. അയൽവക്ക ബന്ധവും അയൽവാസികളോടുള്ളതായ ഇടപെടലും അത് വലിയൊരു സബ്ജക്റ്റ് തന്നെയാണ്. അതൊക്കെ പറയാനുണ്ട്. ഫഖാല യാ റസൂലല്ലാഹ് അഖ്ലില്ലി. എനിക്കൊന്ന് ചുരുക്കി പറഞ്ഞു തരണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ കുറെ വലുതായി പോയതുപോലെ തോന്നി. ഒന്ന് ചെറുതാക്കി പറഞ്ഞു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫആതിദൽ ഖുർബ ഹഖഹു. തൊട്ടടുത്ത ആളുകൾക്ക്, കുടുംബക്കാർക്ക് അവരോടുള്ളതായ ബാധ്യത നീ വിടണം. വൽ മിസ്കീന വബ്ന സബീൽ. പാവപ്പെട്ടവർക്കും വഴിയാത്രക്കാർക്കുമുള്ള ബാധ്യത നീ നിറവേറണം. വലാ തുബദ്ദിർ തബ്ദീറ. നീ എന്ത് ചെയ്യരുത്, അനാവശ്യമായി പിടിച്ചു വെക്കുകയോ മറ്റോ ചെയ്യരുത്. എന്നിട്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു യാ റസൂലല്ലാഹ് ഇദാ അദ്ദൈതു സക്കാത്ത ഇലാ റസൂലിക. സക്കാത്ത് ഞാൻ കണക്ക് കൂട്ടി ശേഖരിച്ചിട്ട് നിങ്ങളുടെ ദൂതൻ സക്കാത്ത് ശേഖരിക്കാൻ വരുമ്പോൾ ഞാൻ അയാൾക്കത് കൊടുത്തു. ഫഖദ് ബരിഅതു മിൻഹാ ഇലല്ലാഹി വറസൂലി. ഞാൻ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ദൂതന്റെ കയ്യിൽ. അങ്ങനെ ആ ദൂതൻ ഈ പണവും കൊണ്ടുപോയിട്ട് അത് വേണ്ടതുപോലെ അവകാശികളുടെ കയ്യിലേക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഖദ് ബരിഅത മിൻഹാ ഫലക അജ്റുഹാ. നീ അത് കൊടുക്കുന്നതോടുകൂടെ നിന്റെ ഉത്തരവാദിത്തം പൂർത്തിയായി, നീ സക്കാത്ത് കൊടുത്തവനായി.
ഫലക അജ്റുഹ, നിനക്ക് അതിന്റെ കൂലിയും കിട്ടും. വ ഇസ്മുഹ അലാമൻ ബദ്ദലഹ, അലാമൻ ബദ്ദലഹ. വ ഇസ്മുഹ, ഇതിന്റെ ഇസ്മുഹ അലാമൻ ബദ്ദലഹ എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ വിഹിതത്തെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തുന്നവന് അതിന്റെ കുറ്റം അവന് കിട്ടിക്കോളും. കൊടുക്കാതെ പിടിച്ചു വെച്ചവൻ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനെ ബദൽ ബദൽ എന്ന് പറഞ്ഞാൽ അതിനെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചാൽ എങ്കിൽ അതിന്റെ കുറ്റം അവന് കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സക്കാത്തിന്റെ പൈസ എടുത്തിട്ട് പള്ളി പണിത് എത്ര ആൾക്കാരുണ്ട്? എത്രയോ ആൾക്കാർ സക്കാത്തിന്റെ പൈസ പള്ളിക്ക് കൊടുക്കുന്നു. പള്ളിപ്പണിക്ക് സക്കാത്തിന്റെ പൈസ അതായത് പൊതു മുതലുകൾക്ക് സക്കാത്ത് കൊടുക്കാനേ പാടില്ല. അത് പാടില്ല. സ്ഥാപനങ്ങൾക്ക് സക്കാത്തില്ല. അപ്പൊ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സക്കാത്തില്ല. മനാൾ ഖുദക്കൊന്നും സക്കാത്ത് കൊടുക്കാൻ പാടില്ല. മറിച്ച് അതിൽ പാവപ്പെട്ട ആളുകൾ, സക്കാത്തിന് അവകാശികളായ ആളുകളുണ്ട് എങ്കിൽ അവരുടെ പരിരക്ഷയ്ക്കും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി കൊടുക്കാം. പക്ഷെ സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റിനോ മറ്റു കാര്യങ്ങൾക്കോ ആയിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. ഭക്ഷണം, കാര്യങ്ങൾ, വസ്ത്രം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി അത് മാറ്റിവെക്കാം. ഇനി അതിന്റെ പേരിൽ ഒരു മസ്ലഹത്ത് പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, ഒരു പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അയാൾ അതിന്റെ മസ്ലഹത്ത് പ്രവർത്തനങ്ങൾക്കിടയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയപ്പോൾ അയാൾ കടക്കാരനായി മാറി. അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. പക്ഷെ സ്ഥാപനങ്ങൾക്ക് പറ്റില്ല. ഇനിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് ത്വായിഫിൽ കുറെ കൃഷിസ്ഥലം ഉണ്ടായിരുന്നു മുഗീറയ്ക്ക്. അങ്ങനെ അത് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അപ്പോ ആളോട് സക്കാത്ത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചു. ഇയാളെ നോക്കാൻ ഏൽപ്പിച്ച ആളോട് സക്കാത്ത് നീ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ഭാഗം ഞാൻ അധികാരികളുടെ കയ്യിൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ സക്കാത്ത് പിരിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു വിഹിതം ഞാൻ കൊടുക്കും. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്. അതായത് 1000 രൂപയാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ 500 രൂപ എന്ത് ചെയ്യും? ബൈത്തുൽ സക്കാത്തിലേക്ക് കൊടുക്കും. ബാക്കി 500 രൂപ കയ്യിൽ വെക്കും. എന്തിന്? ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി. ആ ഒരു സിസ്റ്റമാണ് ഇയാൾ ചെയ്തത്. അപ്പോ മുഗീറ ചോദിച്ചു, അതെന്താ അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞ, അധികാരികൾക്ക് മുഴുവൻ പൈസ കൊടുത്താൽ അവരതുകൊണ്ട് ഭൂമി വാങ്ങുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നു, അതേപോലെ അത് അവകാശികളിലേക്ക് പോവുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ മുഗീറ പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും നീ നിന്റെ കയ്യിൽ ഒരു വിഹിതം വെച്ച് ചെലവഴിക്കുന്നത് തെറ്റാണ്. പൂർണ്ണമായും അധികാരികളിലേക്ക് തന്നെ കൊടുക്കണം. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മോശം ഭരണാധികാരി ഈ സക്കാത്തിന്റെ പൈസ വേറെ എവിടെയെങ്കിലും ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ അത് അവനും അള്ളാഹുവും തമ്മിൽ തീർത്തുകൊള്ളും. ഇത്രയും സംഭവം ഞാനിവിടെ പറഞ്ഞതിൽ നമുക്ക് എന്ത് മനസ്സിലായി? സക്കാത്ത് ഒറ്റയ്ക്ക് കൊടുക്കണമെന്നാണോ സംഘടിതമായിട്ട് കൊടുക്കണമെന്നാണോ? സംഘടിതമായിട്ട് കൊടുക്കണം. അത് രണ്ട് വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് തിരിയാണ്ടായ നമ്മളുടെ വിഷയം എന്താണ്? അതായത് സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ സമ്പത്ത് നമ്മൾ ചെലവഴിക്കുക എന്നുള്ളത് നമ്മളുടെ റിസ്ക് വിശാലമാകാനുള്ള കാരണം. അതിൽ ഒന്നാമത്തെ ചെലവഴിക്കൽ നമ്മളുടെ സക്കാത്താണ്. സക്കാത്ത് കൊടുക്കും തോറും നമ്മളുടെ റിസ്ക് വിശാലമായി കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് സുന്നത്തായ ദാനധർമ്മങ്ങളും. അത് കൊടുക്കും തോറും നമ്മുടെ റിസ്ക് വിശാലമായി കൊണ്ടിരിക്കും. ഇനി റിസ്ക് വിശാലമാകാനുള്ള 8ാമത്തെ കാരണം അള്ളാഹുവിന് പരമാവധി നന്ദി ചെയ്യുക, ശുക്ർ. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി ചെയ്താൽ വർധന ഉണ്ടാവും. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അള്ളാഹുവിനെ എങ്ങനെയാണ് നന്ദി ചെയ്യാറ്? അൽഹംദുലില്ലാ എന്ന് പറയും അല്ലേ? പ്രാവശ്യം പറയും. ഭക്ഷണം കഴിച്ചാൽ പറയും. ചില സാഹചര്യങ്ങൾ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. സത്യത്തില് നമ്മുടെ ആളുകൾ പഠിക്കാതെ പോയൊരു ഭാഗമാണ് ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഈ വിഷയത്തിന്, അതായത് ശുക്ർ എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ.
ദായികൾക്ക് മാത്രമായിട്ട് കൊടുത്ത ഒരു പഠനമാണ്. ഒരാഴ്ച നീണ്ടു നിന്ന ഒരു ചർച്ചയായിരുന്നു. ഒരാഴ്ച നീണ്ടു നിന്ന ചർച്ചയിൽ സബ്ജക്റ്റ് എന്താണ്? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്. അത് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. അതായത് നമ്മൾ സാധാരണ ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ കേവലം ഒരു അൽഹംദുലില്ലയിൽ അവസാനിപ്പിക്കുന്നു അല്ല. ഒന്ന് ശുക്ർ ചെയ്യാൻ നമ്മൾ ദിവസത്തിൽ 2 സമയം തിരഞ്ഞെടുക്കണം. 2 സമയം തിരഞ്ഞെടുക്കണം. ചുരുങ്ങിയത്, കൂടുതലെടുത്താൽ അത്രയും നല്ലത്. ഒന്ന് ഫജ്റിന്റെ മുമ്പ്. ഫജ്റിന്റെ മുമ്പെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം കഴിഞ്ഞോ അതല്ലെങ്കിൽ ഫജ്റിന്റെ മുമ്പ് റസൂൽ 2 റക്അത്ത് നിസ്കരിക്കുകയായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാങ്കിന്റെയും ഫജ്റിന്റെയും ഇടയിൽ ഒന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു, ഒന്ന് കിടക്കുമായിരുന്നു. വലതേക്ക് ചെരിഞ്ഞിട്ട് കിടക്കും. താങ്കായം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ശുക്രന്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞ ഒരു സൈഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു വിശാലമായ ഭാഗങ്ങൾ ഇനിയും അതിൽ ചേർക്കാനുണ്ട്. അപ്പൊ ഈ ടൈം, ഫജ്റിന് മുമ്പുള്ള ആ കുറഞ്ഞ ടൈം, അതാണ് ഒരു ടൈം. രണ്ടാമത്തെ ടൈം കിടക്കുന്നതിന്റെ മുമ്പുള്ള ഒരു ടൈം. ഈ 2 ടൈം വളരെ ശുക്ർ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. രണ്ടാമത്തെ ടൈമിൽ ശുക്ർ ചെയ്യുമ്പോൾ ഒരു മുഹാസബത്തു നഫ്സ് കൂടെ ഉണ്ട്, ഒരു ആത്മപരിശോധനയും കൂടെ ഉണ്ട്. അതിനുശേഷമാണ് വിചാരണ. അതായത് നമ്മളെ വിചാരണ, സ്വന്തം വിചാരണ ചെയ്തിട്ട് വേണം ശുക്രിലേക്ക് പ്രവേശിക്കാൻ. ഇനി ശുക്ർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അള്ളാഹുവിന് നന്ദി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അതിനു വേണ്ടി ഒരു പ്ലേസ് തിരഞ്ഞെടുക്കണം, ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം, ഇരിക്കാൻ. ഒഴിഞ്ഞൊന്നിരിക്കണം. അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പോവാണ്. അതിനുശേഷം അയാൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്തിന് അള്ളാഹിനോട് ശുക്ർ ചെയ്യണം. ഏറ്റവും വലിയ നിഅമത്തിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അതേതാ? നമുക്ക് ഹിദായത്ത് എന്നുള്ളത്. അള്ളാഹു ഈ ശുക്ർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന ഹിദായത്തിലേക്ക് എന്നെ എത്തിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹുവേ എനിക്ക് ഹിദായത്ത് തന്നതിന് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി അവിടെ നിന്ന് തുടങ്ങണം നമ്മൾ. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ശരീരത്തിനെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കണം. ആദ്യം നമ്മൾ 2 രീതിയിലാണ്. അത് രാവിലത്തെ ഇത് ഒരു തർത്തീബ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് അതിന്റെ റൂട്ട് പറഞ്ഞു തരുന്നതാണ്. രാവിലെ ശുക്ർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തല മുതൽ അള്ളാഹുവേ എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു തല തന്നു, നല്ല മുടി തന്നു, ചിന്തിക്കാനുള്ള ചിന്താ മണ്ഡലം തന്നു, എനിക്ക് തലച്ചോറ് തന്നു, എനിക്ക് മൂക്കുകൾ തന്നു, ശ്വാസം എടുക്കാനും ഉച്ഛ്വസിക്കാനും ഉള്ള അനായാസം ചെയ്യാനുള്ള സൗകര്യങ്ങൾ തന്നു. ഓരോന്ന് പറയുമ്പോഴും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എനിക്ക് കേൾക്കാനുള്ള ചെവി തന്നു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ നമ്മളുടെ ബോഡി പാർട്സുകളിൽ നമുക്ക് അറിയുന്ന ഓരോ പാർട്സുകളെ പറ്റിയും അതിൻ്റെ ഉപകാരങ്ങളെ പറ്റിയും എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ ശുക്ർ ചെയ്യും. എത്ര ടൈം വേണ്ടി വരും? ഹംദ് പറഞ്ഞ്. അതാണ് ശുക്രിന്റെ രീതി. അതിനിടയിൽ എവിടെയെങ്കിലും വീക്കായ ഒരു ഭാഗം ഉണ്ടെങ്കിൽ, കൈക്ക് ഇവിടെ ഒരു വീക്കായിട്ടുണ്ട് എങ്കിൽ അള്ളാഹിനോട് പറയേണ്ട രീതിയുണ്ട്. അല്ലാഹുവേ ഇങ്ങനെ കൈ തന്നു, ഞാൻ അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്യുന്നതിനിടയിൽ എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ എനിക്ക് നീയാണ് ശിഫ തരുന്നവൻ. അൽഹംദുലില്ലാ. ഇത് തന്നവൻ നീയാണെന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ശുക്രിന്റെ ഖൽബെന്ന് പറഞ്ഞാൽ സദാസമയവും ഈ ചിന്തയിൽ മുഴുകുന്ന ഹൃദയമാണ്. എപ്പോഴും ആ ചിന്തയിലേക്ക് നമുക്ക് എത്താനുള്ള 2 പോയിന്റുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അയ്യൂബ് അലൈഹിസ്സലാമിനെ അത്രയും പ്രയാസമായ രോഗം ബാധിച്ചപ്പോഴും അദ്ദേഹത്തിന് ശുക്രിനൊരു കുറവുണ്ടായിട്ടില്ലല്ലോ. ഒടുവില് ശുക്ർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത് ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോഴല്ലേ അദ്ദേഹം പറഞ്ഞത് ഇന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. എനിക്ക് പ്രയാസം ബാധിച്ചു അല്ലാഹ്. ഇത്ര പറഞ്ഞുള്ളൂ. പ്രയാസം ബാധിച്ചു. നീ രോഗം കൊടുത്തത് അല്ലാഹു അല്ലേ? രോഗം കൊടുത്തത് അല്ലാഹ് അല്ലേ? പക്ഷെ അല്ലാഹ് നീ എനിക്ക് രോഗം തന്നു എന്നല്ലല്ലോ പറഞ്ഞത്.
പല ആളുകളും അള്ളാന്റെ രോഗവും പ്രയാസങ്ങളും എപ്പോഴും അള്ളാഹിലേക്ക് ചേർക്കാൻ വലിയ താല്പര്യ പല ആളുകൾക്കും. പാടില്ല, ഒരിക്കലും പാടില്ല. ശരിയാണ്, അള്ളാഹു തരുന്നതാണ്, അതിനെ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ നമ്മൾ അള്ളാഹുവിനോട് ആ വിഷയം പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് അതബോടുകൂടിയായിരിക്കണം പറയേണ്ടത്. ഇത് അന്ന് തന്നിരിക്കുന്നത് ഏത് ലക്ഷ്യത്തിലാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എന്നെ രോഗം ബാധിച്ചു, എനിക്ക് പനി ബാധിച്ചു, എനിക്ക് വയറിന് പ്രശ്നം ബാധിച്ചു. അള്ളാഹുവെ, ശിവ തരുന്നവൻ നീയാണ്, മാറ്റിത്തരുന്നവൻ നീയാണ്. അൽഹംദുലില്ലാഹ്. ഇതാണ് ശുക്ർ. ബോഡി സംബന്ധമായി. ഇനി അതിനുശേഷം നമ്മുടെ ജോലി സംബന്ധമായി, റിസ്ക് സംബന്ധമായിക്കൊണ്ടുള്ള വിഷയങ്ങൾ. നമുക്ക് ജോലി, നമ്മുടെ അറിവ്, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മളുടെ സാമ്പത്തിക വിഷയങ്ങൾ, നമ്മളുടെ ഷോപ്പ്, ബിസിനസ്, ഇതൊക്കെ തന്നു. ഓരോന്നോരോന്ന്. ഇന്നത്തെ ബിസിനസ്സിൽ അള്ളാഹുവേ എനിക്ക് ഇങ്ങനെയൊക്കെ നീ തന്നു. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. എത്ര ടൈം വേണ്ടി വരും? 1 മണിക്കൂർ കൊണ്ട് തീർക്കാം അല്ലേ? അങ്ങനെ ചെയ്തു. അതിനുശേഷം ഫാമിലിയിലേക്ക് ഇറങ്ങണം. അങ്ങനെ നമുക്ക് എത്ര ടൈം, അത് സത്യത്തിൽ അത് ചെയ്യാൻ തുടങ്ങിയാൽ അതിന് വല്ലാത്തൊരു ആസ്വാദനമായിരിക്കും. രാവിലെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം ചെയ്യുമ്പോൾ താഴേന്ന് മുകളിലേക്കായിരിക്കണം, കാലുകൾ തന്നു അങ്ങനെ തലയിലേക്ക്. ഇത് ഈ ഒരു റൂട്ട് ഖുർആനിലും ഹദീസിലും ഒന്നും പറഞ്ഞ രീതിയല്ല, മറിച്ച് ഈ വിഷയത്തെ പറ്റി പണ്ഡിതന്മാര് ചർച്ച ചെയ്തപ്പോൾ അവര് പറഞ്ഞു തരുന്ന രീതിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ യഥാർത്ഥ ശുക്രിന്റെ ആ സുഖം ആസ്വദിക്കാൻ തുടങ്ങും. നമ്മളിപ്പോ വെറും അൽഹംദുലില്ലാഹ് പറഞ്ഞ് അവസാനിപ്പിക്കും. അൽഹംദുലില്ലാഹ്, അത് കിട്ടി, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെയല്ലേ ഖുർആൻ പറഞ്ഞത്, എനിക്ക് നന്ദി ചെയ്യുന്നവ ഖലീലൻ മിൻ ഇബാദിയ ശക്കൂർ, അല്ലേ? എന്റെ അടിമകളിൽ നിന്ന് നന്ദി ചെയ്യുന്ന ആളുകൾ കുറവാണ്. വളരെ കുറച്ച് ആൾക്കാരെ നന്ദി ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ നന്ദി ചെയ്താൽ അതുകൊണ്ടുള്ള എഫക്റ്റ് അല്ലാഹു പറയുന്നുണ്ട്, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ഒരാൾ നന്ദി ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. ഞാൻ നന്ദി ചെയ്തു എന്ന് കരുതി അള്ളാന്റെ പദവിക്ക് ഒരു ഓട്ടോ ഇല്ല, അത് കൂടാനും മുകളിൽ കുറയാനും പോകുന്നില്ല. നന്ദി ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ ഈ പറഞ്ഞ നിലയിൽ അള്ളാഹുവിലേക്ക് നമ്മൾ ഹംദ് ചെയ്ത് നന്ദി ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ തുടങ്ങും. നിങ്ങൾ അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വല്ലാത്ത മാറ്റം ജീവിതത്തിലുണ്ടാവും, വല്ലാത്ത ആസ്വാദനം ഉണ്ടാവും. ഞാൻ ദായിമാർക്കൊക്കെ ഈ ഒരു നിർദ്ദേശം കൊടുക്കും, പരമാവധി അത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. പല ആളുകൾക്കും അറിവില്ലായ്മയാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇസ്തിഗ്ഫാറിലേക്ക് കടക്കേണ്ടത്. ഇപ്പോ നമ്മളിപ്പോ ഇസ്ലാമിക മാനത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ സംസാരിച്ചത്. ഇസ്ലാമിക മാനത്തിന്റെ പുറത്തുള്ള നോൺ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ രണ്ട് മൂന്ന് ആളുകളുടെ സെലിബ്രിറ്റികളുടെ വീഡിയോ കണ്ടു. ആ വീഡിയോകളിലൊക്കെ അവർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തോട് എത്രമാത്രം ഞാൻ താങ്ക്സ് പറയാൻ തുടങ്ങിയോ ആ സമയം മുതലാണ് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. എൻ്റെ ശരീരത്തെ പറ്റി ഞാൻ എൻ്റെ ഈശ്വരനോട് ഞാൻ താങ്ക്സ് പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റം വരാൻ തുടങ്ങി. ഈ നമ്മുടെ ഹിന്ദി നടൻ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഇന്റർവ്യൂ അടുത്ത് ഞാൻ ഒരു മലയാള സിനിമാ നടിയുടെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ അടുത്ത് സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. അവര് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന പണി, അത് വർക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ ശരീരത്തിന്റെ ഘടനയെ ഇങ്ങനെ സംവിധാനിച്ചു തന്ന എൻ്റെ ദൈവത്തോട് ഞാൻ പരമാവധി സമയം ഉപയോഗപ്പെടുത്തി നന്ദി രേഖപ്പെടുത്തും. എൻ്റെ വക്കൽ നിന്നുള്ള വീഴ്ചകൾക്ക് ഞാൻ എൻ്റെ ദൈവത്തോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കും. ഇസ്തിഗ്ഫാർ ചെയ്യുക, ഭയങ്കര മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതോട്ടെ, നമുക്ക് അവസാനിപ്പിക്കാം. 9-ാമത്തേത് ഇൽമ് വർദ്ധിപ്പിക്കുക. അള്ളാഹു റിസ്ഖ് വർദ്ധിപ്പിക്കും. ഇൽമ് എത്ര വർദ്ധിക്കുന്നോ അതനുസരിച്ച് റിസ്ഖും വർദ്ധിക്കും. 10-ാമത്തേത് മുൻഗാമികൾ പറഞ്ഞു തന്നൊരു മാർഗമുണ്ട്. സലഫുകൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും കാണിച്ചു തന്നൊരു മാർഗം. ആ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല എന്ന് ഉറച്ചുകൊണ്ട് അതിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു റിസ്ഖ് വിശാലമാക്കി കൊടുക്കും. 11-ാമത്തേത് ഹജ്ജും ഉംറയും
റിസ്ക് വിശാലമാക്കാനുള്ള മാർഗമാണ്. താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും ചെയ്യൂ. ഫഇന്നകുമാ യൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ, അതിലൂടെ നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതെയാകും, നിങ്ങൾക്ക് പാപങ്ങൾ ഇല്ലാതെയാക്കാൻ പറ്റും. റിസ്ക് വിശാലമാകുന്നർത്ഥം. നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയത് ആ ഒരു പോയിന്റിൽ നിന്നാണ് അല്ലേ? കഴിഞ്ഞ ഉംറ കഴിഞ്ഞ് വന്നപ്പോഴല്ലേ ഈ വിഷയം തുടങ്ങിയത്. എന്തുകൊണ്ട് ഉംറ ചെയ്യുന്നു എന്നതിന്റെ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് ഇറങ്ങിയത്. 12ാമത്തേത്, ദുർബലരായ ആളുകളെ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഒരു വഴി നടക്കാൻ കഴിയാത്ത ഒരാൾ, നടക്കാൻ പറ്റാത്ത, കൈ പിടിച്ച് നടക്കാൻ സഹായിക്കുക. കണ്ണ് കാണാത്ത ആൾ, അയാളെ എത്തിക്കുക. ആരോഗ്യമില്ലാത്ത ആൾ, അയാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ദുർബലരെ സഹായിക്കുക. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ദുർബലരായ ആളുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവനം നടന്നു പോകുന്നത്. ഖുർആൻ പറയുന്നുണ്ട്. ദുർബലർ നിസ്സാരക്കാരല്ല. അവൻ ദുർബലനാണ്, ഞാൻ നല്ല ഉഷാറുള്ള ആളാണ്. നീ ഉഷാറുള്ള ആളായത് അവൻ ദുർബലനായതുകൊണ്ടാണ്. ചിന്തിച്ചു നോക്കിയില്ല. അവൻ ദുർബലനല്ല എങ്കിൽ നീ ഉഷാറുള്ളവനല്ല. പണ്ടൊരു കുട്ടീനെ സ്കൂളിൽ കൊടുത്തപ്പോ ഒരു വര വരച്ച് കാണിച്ചു കൊടുത്തു. ടീച്ചർ ഒരു വര വരച്ച് കാണിച്ചു കൊടുത്തു. ഈ വരയെ അതിലേക്കൊന്നും ജോയിന്റ് ചെയ്യാതെ എങ്ങനെ വലുതാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചെറുതാക്കാം, ഇതാണ് ചോദ്യം. ആ കുട്ടി എന്ത് ചെയ്ത്, ഒരു പെൻസിൽ എടുത്തിട്ട് അതിന്റെ മുകളിൽ നീളമുള്ള വരയും കൂടെ വരച്ചു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്ത്, മറ്റേ ചെറുതായി. അവൻ ചെറുതായത് ഞാൻ നീളമുള്ളത് കൊണ്ടാണ്. അതേസമയം അവന് നീളം ഉണ്ടായിരുന്നെങ്കിൽ, അവൻ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെറുതായി പോയത്. അപ്പൊ ദുർബലർ നമ്മളുടെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക റിസ്കിന്റെ വഴികളുടെ ഒരു സ്രോതസ്സാണ് ദുർബലർ. നമ്മുടെ ചുറ്റുവട്ടം അവരുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റിസ്ക് നൽകുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ അവർക്ക് നിഅമത്തുകൾ നൽകുന്ന കൂട്ടത്തിൽ നമുക്കും ആ റിസ്കിന്റെ വലിയ വിഹിതങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ 12 പോയിന്റുകളാണ് നമ്മൾ റിസ്ക് വിശാലമാകാൻ വേണ്ടുന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് അടുത്ത ആഴ്ചയിൽ നമുക്ക് അവസാനിപ്പിക്കാനുള്ളതാണ്. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും അടുത്ത ആഴ്ച ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ റമദാനിലൊരു ക്ലാസ് ഉണ്ടാവും. ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് റമദാനിന് ശേഷം ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.